എത്ര നേരമായിടാ നിന്നെ നോക്കിയിരിക്കുന്നു. പോയിട്ട് വേറെ കാര്യമുണ്ട്. ഇതൊന്ന് ചെത്തി ഇറക്കണ്ട എന്റെ കുറുപ്പേട്ടാ. ചേട്ടാ ഒരു മൂത്തോ. അളിയനാ അളിയോ? അളിയനത് എവിടെയാ? ഞാൻ കടയുടെ വാതിക്കലുണ്ട്. ഞാനൊരു അമ്പല കമ്മിറ്റിയിലാ, മീറ്റിംഗാ. ചുമ്മാ പുളു അടിക്കരുത് അളിയ, അവരിങ്ങ് എത്താറായി. അളിയെ വിട്ടോ, ഞാനങ്ങ് എത്തിക്കോളാം. ആ നമസ്കാരം. നമസ്കാരം. മോളെ അനു, എസ് ആള് പൊളിയാണല്ലോ. ഇതിനു മുമ്പ് വന്ന ഐ ടി ചേട്ടൻ ഇതിലും പൊളിയായിരുന്നു. പക്ഷെ വാ തുറന്നാ സഹിക്കാൻ പറ്റില്ല. നീ നോക്കിക്കോ, ഇത് ഓക്കെയാവും. അയ്യോ, അടുപ്പത്തെ സേബിനുണ്ട് ചായ. ഇത് എന്റെ ഒരേ ഒരു പെങ്ങൾ വിമല ചേച്ചി. സ്കൂളിൽ ടീച്ചറായിരുന്നു, ഈ അടുത്ത് റിട്ടയറായി. ഇതെന്റെ ഭാര്യ ഗീത. ആ നമസ്കാരം. 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 അളിയ ഇങ്ങോട്ടിരിക്കും. വേണ്ട അളിയ, ഞാൻ ഇങ്ങോട്ടിരുന്നോ. അളിയൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. 4 വർഷം മുമ്പാ VRS എടുത്തത്. ഇപ്പൊ അമ്പലമായി, വീടായി, സ്വസ്ഥം. ഇനി ബിനുവിനെ പരിചയപ്പെടുത്താം. ഞാൻ ജോലി ചെയ്യുന്ന എലന്തൂർ സ്റ്റേഷനിൽ പ്രൊബേഷൻ SI ആയിട്ട് വന്നപ്പോ തൊട്ടുള്ള പരിചയ. ഇപ്പോ കാഞ്ഞിരമ്പറ സൗത്തിലാ. സ്ഥലമൊക്കെ അറിയാം. അപ്പൊ ഇനി പെൺകുട്ടിയെ വിളിക്കാമല്ലേ? എനിക്കൊറ്റ മോളാ, അനുപമ. മോളെ ഇതുവരെ പഠിച്ചു? ബിടെക്. പക്ഷെ തോറ്റു. അതോടെ ഞാൻ നിർത്തി. പഠിത്തം ഒഴിച്ചു ബാക്കി എല്ലാ കാര്യത്തിനും എന്റെ മോള് മിടിക്കുക. ഓ, ബിനുവിന് എന്തേലും സംസാരിക്കാനാവും കേട്ടോ. സംസാരിക്കണം. സുധൻ സാറേ ശരിക്കും അമ്മാവൻ തന്നെയാണോ? അതെ. എന്താ? അല്ല, പുള്ളിയുടെ സ്വഭാവം വെച്ചിട്ടേ വീടും വീട്ടുകാരായിട്ട് അങ്ങോട്ടും മാച്ച് ആവുന്നില്ല. മാമാന്ന് വിളിച്ചാലേ പറ്റൂ. ആ ബിജുവായിട്ട് ഞാനിപ്പോ തന്നെ സ്റ്റുഡിയോയിലോട്ട് വരാം. വന്നിട്ട് എടുത്തുന്നാ പോരെ? ആ എന്താ മോളെ, എന്നെ കൊണ്ട് ഉടനെ ഒരു ഫോട്ടോ എടുപ്പിക്കോ? എടുക്കേണ്ടി വരും. ഓക്കെ ആയാ? ഓക്കെ ആക്കാം. അതെ, അനുവിനെ കല്യാണം കഴിക്കുന്നവരാരായാലും ഇവിടെ താമസിക്കണം. അതെങ്ങനെ ശരിയാവും ചേച്ചി? ശരിയാവണം, അല്ലെങ്കിൽ ഞാനിവിടെ ഒറ്റയ്ക്കായി പോവും. അളിയൻ ഇവിടെ ഉണ്ടല്ലോ. ഉള്ളതില്ലാത്തതൊക്കെ ഇപ്പൊ കണക്കാ. റിട്ടയർഡ് ആയി കഴിഞ്ഞ പിന്നെ നേരം വെളുക്കുമ്പോ മുതൽ പാതിരാത്രി വരെ ഷാപ്പില്ല. അവളും കൂടെ പോയി കഴിഞ്ഞാ ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് നരയിക്കും. കാര്യങ്ങളൊന്നും സെറ്റ് ആവട്ടെ, ഞാൻ പറഞ്ഞു നോക്കാം. അളിയ അളിയ ഇതെന്താ ഏറെ മടമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ആ അതാ, ഒരേ കട്ടിൽ, ഒരേ ഭാര്യ. എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ അളിയ? വേണം വേണം. ഇവളെ എന്തായാലും മാറ്റാൻ പറ്റില്ല. എന്നാ പിന്നെ കിടക്കുന്ന സ്ഥലമെങ്കിലും മാറ്റിയേക്കാൻ നേരിടും. മോളി കിടക്കാൻ നല്ല സുഖമല്ലേ? ആ അളിയ വാ. അങ്ങോട്ടളിയാ വാ പറയാം. ഷാപ്പിലേക്കായിരിക്കും. അല്ലളിയ, ഈ അനുപമ ടെക്സ്റ്റൈൽസ് തുണിക്കട തുടങ്ങാൻ വേണ്ടി ബോർഡ് വെച്ചിട്ട് കുറെ കാലം ആയല്ലോ. പെൻഷൻ പറ്റിയപ്പോ കിട്ടിയ കാശ് കൊണ്ട് ആ 2 മുറി കട വാങ്ങിയത് കൊണ്ട് അതിപ്പോ ഉണ്ട്. ഇനിയിപ്പോ അത് ടെക്സ്റ്റൈലായിട്ട് തുടങ്ങാൻ പറ്റുമെന്ന് തോന്നണില്ല. അല്ല, അപ്പൊ ബാക്കി കാശ് മുഴുവൻ വെള്ളം അടിച്ച് തീർത്ത? മുഴുവനും തീർത്തില്ല. ഒരു 3 ലക്ഷം രൂപ കിട്ടാനുണ്ട്. അതിങ്ങനെ അളിയൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണ്ട, ഞാൻ കൊണ്ടുവന്ന് തരും. വിമല അനുമോളും അറിയണ്ട. അടുത്ത ആഴ്ച തിരിച്ചു തരുമെന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് പോയ കാശ. എന്റെ പൊന്നളിയ, എന്റെ സെക്യൂരിറ്റി സർവീസ് ഒന്ന് പച്ച പിടിച്ചോട്ടെ, ഞാൻ കൊണ്ടുവന്ന് തരും. ആ കുറുപ്പ് സാറേ എങ്ങോട്ടാ? അമ്പലത്തിലേക്കാ. ശരി ശരി. പണ്ടൊക്കെ ഞങ്ങളെ കത്തും മണി ഓർഡറും ഒക്കെ കൊണ്ട് കൊടുക്കുമ്പോ ആൾക്കാർക്ക് എന്തൊരു സ്നേഹമായിരുന്നറിയോ. എഴുത്തും വായന അറിഞ്ഞുകൂടാത്തവർക്ക് ഞങ്ങൾ വായിച്ചു കൊടുക്കും, മറുപടിയും എഴുതി കൊടുക്കും. അളിയൻ അങ്ങനെ കുറെ കത്തുകൾ എനിക്ക് അയച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. നമ്മുടെ സ്ഥലമായത്. അനുമോളുടെ കല്യാണ ചെലവിനുള്ളതും കൂടുതലും ഇത് വിറ്റാ കിട്ടും. കച്ചവടമായി. നാളെ അളക്കല. അപ്പൊ അളിയൻ കല്യാണം ഗംഭീരാക്കാൻ തന്നെ തീരുമാനിച്ചല്ലേ? എന്റെ ഒരു ആഗ്രഹമാണ് അളിയ, അത് ഗംഭീരമാണ്. അല്ല, അത് നമ്മുടെ ഗോപിയല്ലേ? അതെ, മുളകിട്ട ഗോപി. അറിയോ അവനെ? പിന്നെ നമ്മുടെ സ്റ്റേഷനടുത്ത ടൗണിലല്ലേ ഹോട്ടൽ നടത്തിയിരുന്നത്? അത് തന്നെ. പൂട്ടിയതിനു ശേഷം ഇവനെ കാണാനില്ലായിരുന്നു. അതൊക്കെ പൂട്ടി കെട്ടിട്ട് അവൻ നേരെ ഇങ്ങോട്ടേക്കാ പോകുന്നത്. അത് ശരി. പെട്ടെന്ന് അടിയടി. എടാ മുളകിട്ട ഗോപി. അയ്യോ, ഇതാര്? സുധൻ സാറോ? എത്ര കാലം എടാ കണ്ടിട്ട്. ഇത് എവിടുന്ന് കിട്ടി? ഭാര്യയുടെ കൂടെ കിട്ടിയ ഗിഫ്റ്റാ അളിയന. അയ്യോ, അതെനിക്കറിയില്ലായിരുന്നു. ഇളക്കടി. ഇത് നിന്റെ ഭാര്യയാണ്? ഭാര്യയാ, പക്ഷെ എന്റെ അല്ല. ഞാൻ ലീല, എന്റെ ഏട്ടൻ വിനോദേട്ടൻ. ഒരു വിനോദേട്ടൻ. നിന്റെ അടുത്ത ചേട്ടൻ വിളിക്കും.
അതെ എനിക്ക് എന്താടാ സ്പെഷ്യല്? സാറ് വാ, ഏത് വേണം? ആദ്യം കട്ടള കട്ട് ചെയ്ത് വർക്ക്, എന്നിട്ട് പിന്നെ ഞണ്ട്, പിന്നെ ബാക്കിയെല്ലാം പുറകെ പോരട്ടെ. സാറേ, സാർ ഇപ്പോഴും കഴിച്ചാൽ കാശ് കൊടുക്കാറുണ്ടോ? ഞാനിപ്പോ റിട്ടയർ ആയില്ലടാ, ഇനിയിപ്പോ കാശ് കൊടുത്തല്ലേ പറ്റൂ. പെട്ടെന്നാവട്ടെ. ഉൾപ്പെടെ ഒരു മിനിറ്റ്. അതെ, കാര്യം അളിയനെ കയറി. എന്റെ ഹോട്ടലിൽ പൂട്ടിപ്പോകാൻ പ്രധാന കാരണം ഇന്ന് അറിയാം. ആണോ? തിന്നാ കാശ് കൊടുക്കില്ലെന്ന് പോലീസുകാരുടെ പേര് കളയാൻ വേണ്ടി. അതുകൊണ്ട് ചോദിച്ചെല്ലാം കൂടെ ഉണ്ടാക്കി കൊടുക്കണം. കൊടുക്കരുതെന്ന് പറയാൻ വേണ്ടിയാ ഞാനിവിടെ വെയിറ്റ് ചെയ്തത്. ചില അളിയന്മാർക്കേ അത്ര മതി. നീ ഇതിന് പോയില്ലേ? എവിടെ പോവാൻ? ഓ, മോളെ പെണ്ണ് കാണാൻ വന്നിട്ട് എന്തായി? ഒക്കെ ശരിയായി. ഇന്ന് അതിന്റെ അടിയാ. ഗോപിയുടെ മുളകിട്ട മീൻകറി, ബീഫ് ഫ്രൈ. നീ പോയി ആ മീനൊക്കെ എടുത്ത് പൊരിക്കടാ. സാറേ, നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിന്റെ പുറത്തു പോയി ദൈവം അത് കഴിക്കേണ്ട ആളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അത് ശരിയാ. അതുപോലെ നമ്മൾ അനാവശ്യമായി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പുറത്തും ദൈവം നമ്മൾ കാണേണ്ട ഡോക്ടറിന്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് പൊരിച്ചത് വേണ്ട. വേണ്ട. ഇതിവിടെ പോയി, ഇവിടെ പോയി. എടാ ജോയി, അതാരാടാ ഷാപ്പിൽ കണ്ണീരൊടുക്കുന്നത്? അത് ശില്പി KP കൃഷ്ണൻ. നാട്ടിലൊന്നും അങ്ങനെ കാണാറൊന്നുമില്ല. നീ ഞാൻ പോയൊന്ന് ചോദിച്ചാലോ അളിയാ? ഇതൊരു വെയിറ്റ് അളിയാ. ഇതാരും സമ്മതിച്ചേരൂല അളിയാ. വാ. KP കൃഷ്ണൻ? അതെ, കൃഷ്ണൻ. നിങ്ങളുടെ കണ്ണീര് ഈ ഷാപ്പിൽ വീഴാൻ സമ്മതിക്കില്ല. അത് ഒപ്പിയെടുക്കാൻ വന്നതാണ് ഞാൻ. ഇതെന്റെ അളിയൻ. പരിചയപ്പെട്ടതിൽ സന്തോഷം. എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. ഞാൻ ചുമ്മാ പറഞ്ഞ വാളിയാ. പോരുത്. എന്റെ സന്തോഷമില്ലായ്മ എന്റെ സർഗാത്മകതയെ പുറത്തെടുക്കാൻ പറ്റാത്തതിന്റെ വിങ്ങല് കൊണ്ടാണ്. ചുരുക്കി പറഞ്ഞ പണിയൊന്നും ഇല്ല. അതെ സാർ, ഭാവി ശൂന്യമാണ് സാർ. എന്നെ ഒന്ന് പണിഞ്ഞാലോ? എന്റെ ഒരു പ്രതിമ പണിഞ്ഞാലോ? അളിയാ, അതിനുള്ള സമയമായിട്ടില്ല. എന്റെ പ്രതിമയിലൂടെ ഈ മുഖത്തെ പ്രകാശം ഞാൻ എന്റെ കൈകളിൽ ആവാഹിക്കും. അടിച്ചതിന്റെ പ്രകാശോ? അതും പകർത്തുന്നവനാണ് ശില്പി. എന്നെ ഉണ്ടാക്കാൻ എത്ര രൂപയാവും? വിലയല്ല, കലയാണ് പ്രധാനം. എങ്കിലും ഒരു 25,000 രൂപയ്ക്ക് നമുക്ക് അങ്ങ് ഉറപ്പിക്കാം. സിമന്റ് അൾട്രാടെക് തന്നെ. 25,000 രൂപയോ? അളിയനെ പണിയാ അരച്ചാക്ക് സിമന്റ് പോലും വേണ്ട. എങ്കിൽ നമുക്കൊരു 20,000 രൂപയ്ക്കാണോ? 20,000. എന്ത് വട്ടാണ് കാണിക്കുന്നത്? ഒരു 5,000 അഡ്വാൻസ്. എന്തിനാ കറിയുന്നത്? 5,000 ഒരുമിച്ച് കണ്ടിട്ട് കണ്ണീരാ. ഞാനിപ്പോഴേ പണി തുടങ്ങും. നമുക്ക് 2 ഫോട്ടോ എടുത്താലോ? വരൂ. വാളിയ, ഒരു പടം എടുക്കാം. ഞാനെങ്ങുമില്ല. ഞാനേ ഒരു കുപ്പി കൊണ്ട് അടിച്ചിട്ട്. ഓ, ഉപേന്ദ്രമാഷേ, നമസ്കാരം. നമസ്കാരം. ഞാൻ സാറിന്റെ ഒരു ശിഷ്യനാ. ഏടോ ഷാപ്പില് ഗുരുവും ശിഷ്യനൊന്നും ഇല്ലടോ, ഓൺലി മദ്യപാനി. കേരനിരകളാടും അതിൽ മാട്ടക്കോടങ്ങൾ ചോരും കളിയാടും വിളയാടും ബാബുന്റെ ഷാപ്പിൽ ഞാൻ ആടും പിന്നെ കളിയാടും ബാബുന്റെ ഷാപ്പിൽ ഞാൻ പാടും. ഗിരീഷേ, ബാബേട്ടൻ. ഗിരീഷേ, നീ ഗൾഫിൽ നിന്ന് നേരെ ഇങ്ങോട്ടാ വന്നോ? ബാബേട്ടാ, ഒരു പ്രവാസി ദുബായി കിടന്ന് നിലവിളിക്കുന്ന എപ്പോഴാണെന്നറിയോ? അവനെ തേച്ചിട്ട് പോയ പെണ്ണിനെ ഓർത്തിട്ടും അവനെ കൂടി പഠിപ്പിച്ച ഷാപ്പ് ഓർത്തിട്ടായിരിക്കും. This black is for you. I need white. Okay. Come on. Now va. ചേട്ടാ, പാട്ട് കളിക്കട്ടോ? പാട്ട് അടിപൊളിയായിരുന്നു. രാജൻ മഞ്ചേരി ആയാലും സുൽത്താൻ ബത്തേരിയിലും പാട്ട് പൊളിച്ചു. ഇന്ന് എല്ലാവർക്കും എന്റെ കള്ള് ഞാൻ മേടിച്ചിരുന്നു, നിങ്ങൾ അടിക്കുന്നു. ഞാൻ ഞാൻ മേടിച്ചിരുന്നു. ഒഴിക്കടാ. ആ പറ ചേട്ടാ, കള്ളോടുത്ത ചേട്ടാ, കള്ളോടുത്ത. ഗോപി, നീ എന്താ? എടാ, നമ്മുടെ അടുക്കളയല്ലേ? ആണോ? ദേ, ഗോപിയുടെ സ്പെഷ്യൽ മുളകിട്ട മീൻ. ഞാൻ മീനിത് മരിക്കും. എപ്പടി ഉഗ്ര. നിനക്കിപ്പോ ഞാനൊരു 4 ടൈഗർ മാൻ തരട്ടെ? പോടാ. 3 ഷവർമെങ്കിലും കിട്ടെ? എനിക്കൊന്നും വേണ്ട. അതെന്താ അങ്ങനെ? ഞാൻ രാവിലെ വീട്ടിലോട്ട് വരും. ആഹാ, മാസം പോന്നു. നമ്മള് രാവിലെ തൊട്ട് ഒന്നിച്ചില്ലേ? ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പം മത്തിമുളകിട്ട
അനുകുട്ടിന് ഉറങ്ങിയോടി? അവളെപ്പോഴേ ഉറങ്ങി. ഇന്നും ഗിരിജ ചേച്ചി 2 വട്ടം വിളിച്ചിരുന്നു. നാളെ ആവട്ടെ. ഷാപ്പിൽ നിന്ന് ഇറങ്ങാൻ നേരമുണ്ടായിട്ട് വേണ്ടേ പെങ്ങളെ കാണാൻ പോവാൻ? പോകണ്ട. സുനന്ദേച്ചി, ഇതന്നെ രാവിലെ തന്നെ പത്രം വായനയാണോ? എന്താടാ പതിവില്ലാതെ രാവിലെ? ഞാൻ ഗിരി വന്ന്. ഗിരി ഇന്നലെ നിന്നെ വിളിച്ചായിരുന്നാ? ആ, ഞങ്ങൾ കണ്ടായിരുന്നു. എവിടെ വെച്ച്? ഷാപ്പിൽ വെച്ചു. എത്ര മണിക്ക്? ഇന്നലെ രാത്രി ഒരു 7 മണിയൊക്കെ ആയപ്പോ. ആഹാ, നീയായിരുന്നാ? എണീറ്റ് മാറാ ഇങ്ങോട്ട്. എന്തിനാ? എണീറ്റ് മാറാനല്ലേ പറഞ്ഞത്? എന്തൊരു തൊല്ലണിയല്ലേ മദർ. നീ എത്ര മണിക്കാണ് ഇന്നലെ വന്നത്? രാത്രി 12 മണിക്ക്. പിന്നെ രാത്രി 7 മണിക്ക് ഷാപ്പിൽ പോയി ചത്തുപോയ നിന്റെ അച്ഛനാണോടാ? ആരാ മേടത്തി കള്ളൊക്കെ പറഞ്ഞു? ഇങ്ങോട്ട് കയറി വന്നേ. നീ എന്തിനാ ഇപ്പൊ കൊണ്ടുവന്ന്? നീ എന്തൊക്കെ പറഞ്ഞു വരുത്തുന്നത്? നീ മറന്നു. ഞാൻ ഇന്ന് രാവിലെ വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു. എന്തിന്? എനിക്ക് കുറച്ച് കാശിന് ആവശ്യമുണ്ടെന്ന്. എത്ര കാശ്? ഒരു 10,000. തരാൻ പറ്റില്ല. എന്താ? തരാൻ പറ്റില്ല. തരത്തില്ലേ? ഇല്ല. അപ്പൊ തരത്തില്ല. പോടാ. നീ തീർന്നടാ, തീർന്നു. നിനക്ക് ഇവിടെ ഉണ്ടായിരുന്ന ചീത്തപ്പേര് കൂട്ടാൻ വേണ്ടിയാണോ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്താ? അല്ല, കൊടുക്കണ്ടെങ്കിൽ അവൻ ആ കാശെടുത്ത് കൊടുക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ നിന്നെ പറ്റി എത്രയൊക്കെ നാറ്റിക്കാൻ പറ്റും അത്രയൊക്കെ അവൻ നാറ്റിക്കും. അതോടെ നിന്റെ ഈ ഗൾഫുകാരൻ ഇമേജ് എല്ലാം പോയി കിട്ടും. വെറുതെ ഇട്ടോ. ഞാൻ നല്ല റിച്ച് ആയിട്ട് വന്നേക്കുന്നത് നീ കാണുന്നവരടുത്തൊക്കെ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞു. കല്യാണമൊക്കെ നോക്കുന്നുണ്ടല്ലേ? ഇനി നടക്കും. ഞാൻ പോട്ടെ. ഗോപിയെ, ആ 4 ഗ്രാമിന്റെ കമ്മലല്ലേ? ഒരു മോതിരോ ഞാൻ തരും. അതൊക്കെ എപ്പോഴേ വിറ്റു. 6 സെന്റ് സ്ഥലം കഴിഞ്ഞ കൊല്ലം സെന്റിന് 1.5 കൊടുത്തത്. ഹരികൃഷ്ണന് വർക്ക്ഷോപ്പ് തുടങ്ങാൻ. അതുകൊണ്ട് സ്ഥലവും പോയി 5 പൈസയുടെ ഗുണം കുടുംബത്തിന് ഉണ്ടായിട്ടുമില്ല. അവന് കുറച്ച് കൂട്ടുകാരുണ്ട്, ഒരുത്തനും ശരിയല്ല. ഐറ്റിങ്ങൾ എപ്പോഴാ വർക്ക്ഷോപ്പിൽ തന്നെയാണ്. എനിക്കറിയാം. അതിന്റെയൊക്കെ ഫല ഞാനിപ്പോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഹലോ, ആ നമ്മുടെ ഈ സ്ഥലം കച്ചവടമായി. ഉച്ച കഴിഞ്ഞ് രജിസ്ട്രേഷനാ. കാശൊക്കെ മേടിച്ച് എവിടെയെങ്കിലും കൊണ്ട് സൂക്ഷിച്ചു വെച്ചോ. അനുമോളുടെ കല്യാണം നടക്കില്ല. കല്യാണം നടക്കൂലേ? അതെന്താ അളിയാ? അളിയൻ തന്നെ കാര്യം. അളിയൻ ഏത് സമയം ഷാപ്പിൽ തന്നെ താമസമെന്നാ അവരന്വേഷിച്ച പറഞ്ഞത്. അളിയന്റെ ഈ മുടിഞ്ഞ കുടി കാരണം അനുവിന്റെ എത്രാമത്തെ ആലോചന മുടങ്ങി പോകുന്നത്. അതിനവർ എന്നെ അല്ലല്ലോ കെട്ടുന്നത്. ആ വെക്ക. എടാ, ഒന്ന് ചിരിച്ചു പോസ് ചെയ്യോ? ആശ ചേച്ചി, സോറി, ഒരു സെക്കൻഡ്. ലുക്ക് ഇവിടെ 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 ലെൻസില്. ഓക്കെ. പാടി. ആളെ മനസ്സിലായോ നിനക്ക്? നമ്മുടെ വിമല ടീച്ചർ മോളാ അനു. എനിക്കറിയാം. അനുപമ. കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അന്ന് വലിയ നേതാവൊക്കെ ആയിരുന്നു. പിന്നെ പെട്ടെന്ന് ഗൾഫിൽ പോയി ഇതേ നല്ല ലാൻഡ് ചെയ്തോളൂ. ഇതിപ്പോ കല്യാണാലോചനയുടെ ഫോട്ടോ എടുപ്പാ. അല്ല, ലീവ് അധികമല്ല. അപ്പൊ നേരത്തെ തന്നെ ആലോചനകളൊക്കെ തുടങ്ങാന്ന് വിചാരിച്ചു.
ഇവളുടെ വീട്ടിലും ബ്രോക്കർമാരെ തിരക്കാം. ഇന്നലെയും കൂടെ രസമായി കാണാൻ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അത് ചീറ്റിപ്പോയി. ആ എന്നാ നീ വിട്ടോ, ഫോട്ടോ ഞാൻ അടിച്ചു വെച്ചേക്കാം. ആ ശരി. വിമല ടീച്ചറിനോട് ചോദിച്ചാൽ മതി. എന്നാ അറിയും, ഗിരീഷ് പി എന്ന് പറഞ്ഞാൽ അറിയാം. ഞാൻ പറയാം. എടാ ആ വിമല ടീച്ചറുടെ മോൾ എങ്ങനെയുണ്ട്? ആരാനുവോ? അവള് നല്ല ഒച്ചല്ലേ? അല്ല വെറുതെ ചോദിച്ച. കുറിപ്പേട്ട ഇവിടെ സേഫാണോ? തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഞാൻ ഇപ്പൊ വരടാ. എങ്ങോട്ടാ? വരാം. ഗിരീഷേ, ഗുഡ് മോർണിംഗ് കുറിപ്പേട്ടൻ. ആ നീ എന്താ തിരിച്ചോണേ? ഡേറ്റ് തീരുമാനിച്ചോളാം. കുറിപ്പേട്ട നമ്മൾ ഇന്നലെ ഷാപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഡാൻസ്. അത് ഷാപ്പ്, ഇത് ഷോപ്പ്. ഓ ആ അപ്പൊ ശരി. ആ ശരി. അപ്പൊ ഇന്നലെ രാത്രി തലക്കുള്ളിലാണ്ട് അവനോട് ഡാൻസ് കളിച്ചോണ്ടിരിക്കണ്ടായില്ല. എനിക്ക് ആദ്യം അവനെ പിടികിട്ടിയില്ല, പിന്നീടാ മനസ്സിലായത്. ഒരു ദിവസം ഞാൻ കത്ത് കൊടുത്ത് പള്ളിക്കവല കറങ്ങി വന്നപ്പോൾ അവിടെ ഭയങ്കര അടി. ഇവനായിരുന്നു മുമ്പിൽ. എന്തായിരുന്നു പ്രകടനം? അന്നവനൊക്കെ കൂടെ 5 ആശുപത്രിയിലാക്കി. എനിക്കറിയാവുന്ന കേസാ. ആ പോലീസ് കേസിന് രക്ഷപ്പെടാനാ ഇവൻ ഗൾഫിൽ പോയത്. നമുക്ക് ആ കമ്പനി വേണ്ട. നീ പോയി ഒരു ബോട്ടിൽ മേടിച്ചോണ്ട. കട്ട ബോർണടാ അയാള്. ആര്? ആ കുറിപ്പ് ഒതുക്കത്തിൽ എൻ്റെ കിട്ടും. അമ്മയ്ക്ക് ഈ കുത്തിമറിച്ച് നിർത്താറായില്ലേ? ചേട്ടൻ ആ ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുത്തൂടെ? എന്നാലേ എനിക്കും കിട്ടത്തുള്ളൂ. അമ്മ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല ഫുഡ് ഷാപ്പിൽ കിട്ടും. അത് ഈ അമ്മയുടെ ഒരു കാര്യം. അതൊക്കെ ഈ പ്രായത്തിന്റെ കുസൃതിയല്ലേ? വീടല്ലേ, ചേട്ടന്റെ കല്യാണം നടത്താനുള്ളതാ. കല്യാണോ? ആ ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ കൂട്ടിക്കില്ല. അമ്മ എന്താ പറഞ്ഞു? അമ്മ ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി കൂട്ടു നിക്കില്ല എന്ന് പറയട്ടാ. അതാടാ സുനന്ദ. എടി ആശേ, നീ എനിക്ക് ആ വിമല ടീച്ചറുടെ നമ്പർ ഒന്ന് അയച്ചു തരും. അതെന്തിനാ? അതൊക്കെ ഉണ്ട്. നമ്മുടെ അമ്മ പാവോടാ. എന്നിട്ടാണ് 4 വർഷം ഗൾഫിൽ ജോലി എടുത്തിട്ട് 40,000 രൂപ വീട്ടിലയക്കാഞ്ഞത്. എനിക്ക് അവിടെ കള്ളടിക്കാൻ കാശ് കഴിഞ്ഞാൽ ബാക്കി കാശ് വീട്ടിലേക്ക് അയക്കാൻ പറ്റൂ. അപ്പൊ അവിടെ ഇത് തന്നെയായിരുന്നു പരിപാടി. എടാ അവിടെ കള്ളടി മുതൽ കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന കണ്ടപ്പോഴല്ലേ ഒരു കല്യാണം കഴിച്ചാൽ ശരിയാവുന്ന ഒരാൾ പറഞ്ഞു. അതാരാ? ഒരു കാട്ടറബി. കാട്ടറിയാ? എന്നിട്ട് എടാ അതാണ് ഞാൻ കല്യാണം കഴിക്കാൻ ഇത്തവണ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അമ്മയുടെ തീരുമാനം കറക്റ്റാ. അത് കറക്റ്റാണ്. നീ ഉണ്ടായതോട് പ്രസവം നിർത്തിയില്ലേ? ആ വിമല ടീച്ചറുടെ നമ്പർ. ഹലോ. ഹലോ, വിമല ടീച്ചറുടെ നമ്പർ അല്ലേ? അതെ, ഞാൻ മോളാണ്. ആ അനുപമ, ഞാൻ ഗിരീഷ് പി. ഇന്ന് രാവിലെ കണ്ടായിരുന്നു നമ്മള്. ആ മനസ്സിലായി. ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. അമ്മേ, ദേ ഫോൺ. ആരാ? അമ്മയുടെ ഒരു സ്റ്റുഡന്റാ, ഗിരീഷ് പി. ഹലോ ടീച്ചറെ, പി പിയാ. എങ്ങനെയുണ്ട് മോനെ, സുഖാണോ? ഓ അതെ ടീച്ചറെ, ഞാൻ ഇന്നലെ രാത്രിയാണ് എത്തിയത്. രാവിലെ സ്റ്റുഡിയോയിൽ വെച്ച് അനുവിനെ കണ്ടായിരുന്നു. അനുവിനെ കണ്ടിരുന്നോ? അവളൊന്നും പറഞ്ഞില്ലല്ലോ. അതെ, നമ്മുടെ ആശയുടെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട്. അവിടെ വെച്ച് അനുവിന്റെ കല്യാണം മുടങ്ങിയ കാര്യമൊക്കെ അറിഞ്ഞിരുന്നു ടീച്ചറെ. അതിന്റെ ഒരു വിഷമം അയാളുടെ മുഖത്തുണ്ടായിരുന്നു. ഇനിയും നല്ല ആലോചനകൾ വരും, അത്രേ ഉള്ളൂ. ഞാനൊരു ആലോചനയുടെ കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത് ടീച്ചറെ. ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടിയാ ടീച്ചറെ. എനിക്ക് അനുപമനെ കല്യാണം കഴിച്ചു തരാമോ? രാവിലെ സ്റ്റുഡിയോയിൽ വെച്ച് അനുവിനെ കണ്ടതും കല്യാണം മുടങ്ങിയതൊക്കെ ഒരു നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ടീച്ചറൊന്നും പറഞ്ഞില്ല. ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞാ മതിയോ? പറയാം. ഇതും പറഞ്ഞ് മേലാൽ താൻ എന്റെ ഫോണിൽ വിളിച്ചു പോകരുത്. താൻ എപ്പോഴാണ് എന്റെ മുഖത്ത് സങ്കടം കണ്ടത്? എടോ, താൻ എന്താ വിചാരിച്ചത്? എന്റെ കല്യാണം കഴിയാതെ ഞാൻ ഇവിടെ കരഞ്ഞു പോയിരിക്കുകയാന്നോ? എടോ, നാണുണ്ടോടോ തനിക്കൊക്കെ? കുറച്ചുകൂടെ മാലയായിട്ട് സംസാരിക്കണം കേട്ടോ. എന്നെ മാന്യത പഠിപ്പിക്കാൻ താനാരാടോ? നീ ആരടി പുല്ലേ?
നിന്നെ കെട്ടുന്നോണ്ട് കാര്യം പോക്കാടി. ദേ എന്നെ എടി പൊടിയെന്നെങ്ങാനും വിളിച്ചാലുണ്ടല്ലോ എടി ബോഡി എന്ന് വിളിച്ചാൽ നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യൂടി? വെച്ചിട്ട് പോടാ.